ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ എങ്ങോട്ടാ പോവാൻ പോകുന്നത്? പോകുന്ന സ്ഥലം ഒരു സർപ്രൈസ് ആണ്. നമ്മളൊപ്പം ഇമ്മച്ചിയുണ്ട്, നായുണ്ട്, ആന്റി ഉണ്ട്, യൂത്തുണ്ട്, ഇപ്പപ്പുണ്ട്, വാപ്പച്ചിയുണ്ട്. ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചു. നിലമ്പൂരെത്തി ഗായ്സ്. ഇവിടെ ഒരുപാട് തേക്ക് മരങ്ങളൊക്കെ ഉണ്ട്. നിലമ്പൂരിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. ഇവിടെയാണ് കനോലി പ്ലോട്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി ഒരു വൈക്കടവിൽ നിർത്തി. രാവിലെ ഞങ്ങൾ ഒരു ചെറിയ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. ലൂത്തൂബി ഉറങ്ങി എണീച്ചതായിരുന്നു. ക്യാമറ കണ്ടപ്പോൾ അവൻ ഓണായി. കണ്ടോ ആൻറ്റി എന്തോ പറഞ്ഞപ്പോൾ ഇമ്മച്ചി പറഞ്ഞു ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നു. ആൻറ്റീനെ നെട്ടിച്ചു. ഇതേ ഞാൻ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തി. ഞാനും ഇമ്മച്ചി നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. വാപ്പച്ചി ആൻറ്റി വെള്ളപ്പും കടലക്കറി, ഇപ്പപ്പ പൊറാട്ടയും മീൻ കറി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായ ഒഴിവാക്കിട്ടോ. എൻ്റെ പ്ലേറ്റില് ചട്ടിയിലുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ചട്നി ഉണ്ട്, ചമ്മന്തി ഉണ്ട്. ഞാനും മാനും സ്ലോ ഈറ്റേഴ്സാണ്. ഞങ്ങളുടെ എപ്പോഴും ലാസ്റ്റേ തിന്ന് കഴിയും. അങ്ങനെ ഞങ്ങൾ നാടുകാണി ചുരം കയറാനായി. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ചുരം കയറുമ്പോൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. നല്ല മഴ കാരണം മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. മണ്ണിടിച്ചിലെന്ന് പറയുമ്പോൾ പേടിയാ. ചെറിയ മണ്ണിടിച്ചിലാണ്, അതായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഗൂഡല്ലൂരെത്തിയേ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയേക്കും ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നേ, ഏത് ഫോറസ്റ്റ് ആണെന്ന് മനസ്സിലായോ? നമ്മൾ കേരളം കടന്നു കേട്ടോ. ഫോറസ്റ്റൂടെ പോകുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. നല്ല ശുദ്ധമായ കാറ്റ് കിട്ടും. കിളികളുടെ സൗണ്ടും എല്ലാം ഭയങ്കര രസമാണ്. ഇതാണ് ഞങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് കണ്ട ഫസ്റ്റ് അനിമൽ, മാൻകുട്ടികൾ. ഒരുപാട് മാനിനെ കണ്ടു. ഇത് ആനക്കുട്ടന്മാരാണ്, പക്ഷെ കാട്ടാനയല്ല കേട്ടോ, കുങ്കനാനയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരുടെ പുറത്ത് പാപ്പാമാരുണ്ട്. ഇത് ഫോറസ്റ്റിൽ ഒഴുകുന്ന ഒരു പുഴയാണ് കേട്ടോ, പക്ഷെ കലങ്ങിയുള്ള മലയിൽ മഴ പെയ്യുന്നുണ്ടോ വല്ല ആവോ. ഞങ്ങൾ കർണാടക സ്റ്റേറ്റ് കടന്നു കേട്ടോ. ഈയും ഫോറസ്റ്റ് തന്നെ, പക്ഷെ കാര്യമായിട്ടൊന്നും കണ്ടില്ല. മാനിനെ മാത്രമേ കാണുന്നുള്ളൂ. എവിടെ നോക്കിയാലും മാന്. ഇവനെ കണ്ടോ? ഇവനൊരു ഉഷാർ മാൻകുട്ടൻ തന്നെ. അവൻ്റെ കൊമ്പ് വലിയ കൊമ്പാ. അങ്ങനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോറസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇത് സൺഫ്ലവർ തോട്ടാണേ. ഇതിൻ്റെ ഭംഗിയൊന്ന് നോക്കി, അടിപൊളി. കുറച്ച് നേരം ഞങ്ങളവിടെ വണ്ടി നിർത്തി ടൈം സ്പെൻഡ് ചെയ്തു. വീണ്ടും വണ്ടി എടുത്തു. അവിടെ ഇഷ്ടംപോലെ ടോളുകളുണ്ട്. അതിലൊന്നാണിത്. ഞങ്ങൾ ഹൈവേയിലേക്ക് കടന്നു കേട്ടോ. നല്ല അടിപൊളി റോഡ്. ഇവിടെ 100-109 സ്പീഡ്. വീണ്ടും ടോള്. കുറേ ടോളുകളുണ്ട്. പോകുമ്പോൾ കുറച്ച് പാറക്കെട്ടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. ആ തെങ്ങ് ശ്രദ്ധിച്ചോ? ആ തെങ്ങ് ഉണങ്ങിയിട്ടുണ്ട്. നല്ല വെയിൽ കാരണമായിരിക്കും. യൂട്യൂബിൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണിത്. പക്ഷെ അവനൊരു കുഴപ്പമില്ല. എനിക്കും ഇല്ല അതിനിട്ടൊക്കെ ഒരു കുഴപ്പം. ഞങ്ങൾ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തു. ഈ സ്റ്റാച്ചു കണ്ടോ? ഇത് ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. പണി തീർന്നിട്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ദേ എൻ്റെ കൊച്ചിപ്പ വരുന്നു. കൊച്ചിപ്പ ഇവിടെ പഠിക്കുന്നു. കൊച്ചിപ്പാൻ്റെ മീറ്റിങ്ങിന് വന്നതാണ് ഞങ്ങൾ. കൊച്ചിപ്പ വന്നപ്പോൾ തന്നെ യൂട്യൂബിനൊക്കെ എടുത്തു.
കൊച്ചിപ്പ നേഴ്സിങ്ങിനാണ് കേട്ടോ പഠിക്കുന്നത്, BSc നേഴ്സിംഗ്. ഞങ്ങളിപ്പോൾ ബ്ലാങ്കൂരിലാണ് കൊച്ചിപ്പ പഠിക്കുന്നത്. നാളെയാണ് കേട്ടോ കൊച്ചിപ്പാൻ്റെ മീറ്റിംഗ്. അപ്പം ഞങ്ങളവിടെ റൂം എടുത്തുകൊണ്ട് അവിടെ തങ്ങി. ഇതാണ് ഒരു റൂം. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂം. ആദ്യം ഞങ്ങൾ ഇതുപോലത്തെ 2 റൂം എടുത്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരു കുറച്ചുകൂടി വലിപ്പമുള്ള റൂം വന്നതിനു. അപ്പോൾ ഒരു റൂം ക്യാൻസൽ ചെയ്തിട്ട് വേറെ റൂം എടുത്തു. അതാണ് ഈ റൂം. ഈ റൂമിൻ്റെ പ്രത്യേകത ഇതിൽ 3 കട്ടിലുണ്ട്. 2 ചെറിയ കട്ടിലും ഒരു വലിയ കട്ടിലും. എന്നപ്പോൾ തന്നെ ഞാനും വാപ്പച്ചും കട്ടിലിൽ കയറി കടന്നു. കൊച്ചിപ്പാക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നാ ചോദിക്കുക. ഇതാണ് ഈ റൂമിൻ്റെ വാഷ്റൂം. കുഴപ്പമൊന്നുമില്ല. ഇന്ന് സെക്കൻഡ് ഡേ. ഞങ്ങളൊക്കെ കുളി കഴിഞ്ഞ് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ പോയേക്ക. കൊച്ചിപ്പ ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിച്ചേ. ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ചായയും ദോശയാണ് കേട്ടോ കഴിച്ചേ. അങ്ങനെ കോളേജിലേക്ക് പോവുക. കൊച്ചിപ്പാൻ്റെ ബിൽഡിങ്ങിൽ പണി നടക്കണുണ്ട്. താൽക്കാലികമായിട്ട് വേറെ ബിൽഡിങ്ങിലാട്ടോ. അവർ 3 പേരും കോളേജിലേക്ക് പോയി. ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണേ. ഞങ്ങൾ ഒരുപാട് റീൽസൊക്കെ എടുത്തു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സീനാണിത്. പാവം കൊച്ചിപ്പ. ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ മൈസൂർ പാലസിൻ്റെ അയൽക്കൂടിയാണ് പോകുന്നത്. ഞാനും ലൂത്ത് ഒഴിച്ച് എല്ലാവരും പാലസ് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് തിരക്കായിട്ടുണ്ട്, കാരണം ഇറങ്ങാനൊന്നും പറ്റിയില്ല. വാപ്പച്ചി വേറെ ദിവസം ഞങ്ങളെ കൊണ്ടുപോവാ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വേറെ ദിവസം ഞങ്ങളെ മൈസൂർ പാലസ് കാണാൻ വിടും കേട്ടോ. നിങ്ങളെല്ലാവരും മൈസൂരിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ലവർ കമൻറ്റ് ബില്ലോ. ഇത് പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉള്ളിലെങ്ങനെയാവോ. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ലൂത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും അത് ഇഗ്നോർ ചെയ്യണേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ. ഇതേ കുരങ്ങന്മാർ. ഞങ്ങൾ തിരിച്ച് ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും മാനിനെ കണ്ടു. ഇവിടെ നോക്കിയാലും മാന് കൂട്ടം കൂടിയിട്ടാണ് കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട് വാപ്പച്ചി വണ്ടി സ്ലോ ആക്കി തരും. അടുത്തത് ഞങ്ങൾ കണ്ടത് ഒരു കാട്ടാനയാണ്, പിടിയാനയാണ് കേട്ടോ. അടുത്തത് കണ്ടത് കൊമ്പനാന. അരിക്കൊമ്പൻ. തിരിച്ചു പോയപ്പോ നല്ല കോട ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ചുരത്തിലാകപ്പാടെ മണ്ണിടിഞ്ഞു. ഞങ്ങൾ പേടിച്ചു. മരങ്ങളും വീണിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങളെ രക്ഷപ്പെട്ടു. പിന്നെ ഇടക്കര അച്ഛൻസ് ബേക്കറിയിൽ കയറി ഹലുവ വാങ്ങി. ഈ ഷോപ്പിൽ ഹലുവക്ക് ഭയങ്കര ടേസ്റ്റാ, പക്ഷെ റേറ്റും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഗൾഫിക്ക് പോകുമ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാറ്. ഇതാണ് കേട്ടോ ഹലുവ. പൈനാപ്പിൾ ഹലുവ, ജാക്ക് ഫ്രൂട്ട് ഹലുവ, ഗി ഹലുവ എല്ലാം അവിടെ കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് കേക്കുകളുണ്ട്. ഇവിടുത്തെ ബേക്കറീസൊക്കെ ഭയങ്കര അധികം ടേസ്റ്റാണ്. ഹലുവ വാങ്ങി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു. ആ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ